പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന നടക്കാൻ പോകുന്നു ഇന്ന് രാത്രി 8 മണിക്ക്. നമ്മൾ ഇനിയും രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്കാണ് പോകുന്നത്. അനിൽ വാസുദേവ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അനിൽ, കഴിഞ്ഞ ദിവസം രാത്രി അവിടെ ഉണ്ടായ ചില പ്രതീക്ഷിത സംഭവങ്ങൾ, അവിടെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയ കാര്യങ്ങൾ, ഒപ്പം ബ്ലാക്ക് ഔട്ട്, അങ്ങനെ ഇന്നലെ രാത്രിയിലും അവിടെ ജാഗ്രതയുണ്ടായിരുന്നുവല്ലോ അതിർത്തി മേഖലയിൽ. അനിൽ, ഇന്നത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് അനിൽ? ശരിയാണ് ഉന്മേഷ, ഇന്നലെ രാത്രി ഒരു ഡ്രോൺ സസ്പെക്ഷൻ, അങ്ങനെ ആ തരത്തിൽ ഒരു ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്ന തരത്തിലൊക്കെ തന്നെയാണ് വാർത്തകൾ വന്നിരുന്നത്. ഇത് ബാർമീറിലെ ജില്ലാ ഭരണകൂടം തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അതിനെ തുടർന്ന് അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ബ്ലാക്ക് ഔട്ട് തീർന്നതോടുകൂടി ഇന്ന് ഏതാണ്ട് ഒരു സാധാരണ നിലയിലേക്ക് ജയ്സാൽമീറും ബാർമീറും ജോധ്പൂരും അടക്കം ഈ രാജസ്ഥാന്റെ അതിർത്തി ജില്ലകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട്, വണ്ടികളൊക്കെ തന്നെ നിരത്തിലുണ്ട്, അല്ലെങ്കിൽ ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ളതൊക്കെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാജസ്ഥാനിലെ കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും ഇനി അറിയേണ്ടത് ഇന്നു രാത്രി കൂടി ആ ജാഗ്രത ഉണ്ടാകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസവും ബ്ലാക്ക് ഔട്ട് നിലനിർത്തിയിരുന്നപ്പോൾ ഇന്നു കൂടി ആ തരത്തിൽ ഏതെങ്കിലും പ്രഖ്യാപനം ഉണ്ടോ എന്നാണ് അറിയാനുള്ളത്. ഇതുവരെ അത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഒരു ജില്ലാ ഭരണകൂടത്തിൽ നിന്നും വന്നിട്ടില്ല. ഇനി ഇന്നുകൂടി ഏതെങ്കിലും തരത്തിൽ ജാഗ്രത പുലർത്തേണ്ടതില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം രാജസ്ഥാൻ ആശ്വാസത്തിന്റെ തീരത്ത് എത്തി എന്നുള്ളത്. കാര്യങ്ങളൊക്കെ തന്നെ സുഗമമായി ബാക്ക് ടു നോർമൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാജസ്ഥാനിൽ ഇപ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും സ്മൂത്താണ്. അതിർത്തിയിലും മറ്റു പ്രശ്നങ്ങളും ഇല്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. ഉന്മേഷ്, ശരി. അനിൽ വാസുദേവാണ് ഇപ്പോൾ ജയ്സാൽമീറിന് സമീപത്ത് വിവരങ്ങൾ നൽകിയത്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് അവിടെ അതിർത്തി മേഖലയിൽ.